ടി വി പ്രസാദ്, ഒരു പരാതി ഒരു പോലീസ് സ്റ്റേഷനിൽ കിട്ടുമ്പോൾ ആ പരാതിയിന്മേൽ നടത്തേണ്ട വസ്തുതാ പരിശോധനയുടെ മണിക്കൂറുകളിൽ തന്നെ ആ പരാതിപ്പെട്ട ആളുകൾ തങ്ങൾ എന്താണോ പരാതി നൽകിയത്, കാണാതെ പോയ മാല ഞങ്ങളുടെ ചവറ്റുകുട്ടിയിൽ നിന്ന് കിട്ടിയെന്ന് പറയുമ്പോഴും ആ പിടിച്ചിരുത്തിയിരിക്കുന്ന സ്ത്രീയെ വീണ്ടും ക്രൂരമായ മാനസിക പീഡനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറിയത്. എന്നിട്ട് ഈ പരാതിയിന്മേൽ ഒന്നുമില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞതിന് ശേഷവും അവരെ ആ ഭാഗത്ത് പോലും മറ്റൊരു ജോലി ചെയ്യുന്നതിൽ നിന്ന് തടയുന്നതിലേക്ക് വരെ പോകുന്ന ഒരു സമീപനം എങ്ങനെയാണ് ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ കഴിയുക? എങ്ങനെ വേണം നമ്മൾ ഈ സംഭവത്തെ, ഒരു ദളിത് യുവതിക്ക് കേരളത്തിലുണ്ടായ ഈ അനുഭവത്തെ കാണാൻ? പ്രസാദ്. സുജയ, കൊടും ക്രൂരതയാണ് തിരുവനന്തപുരം നഗരമധ്യത്തിലെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായത് എന്നതാണ്. അതായത് ഒരു ദളിത് സ്ത്രീ, ആരോരുമില്ലാതെ, വലിയ സാമ്പത്തിക ചുറ്റുപാടും ഒന്നുമില്ലാത്ത, വീട്ടുജോലിക്ക് പോയി നിത്യവൃത്തി കഴിക്കുന്ന 2 കുഞ്ഞുങ്ങളുള്ള, പോലീസ് സ്റ്റേഷനിൽ ഒന്നും സ്വാധീനമില്ലാത്ത ഒരു സ്ത്രീ, അവർക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ ഒന്നും തെളിഞ്ഞിട്ടില്ല എന്ന കാര്യം നമുക്കറിയാം. മാല മോഷണം പോയി, മാല കാണുന്നില്ല, മോഷണം പോയിട്ടില്ല എന്ന കാര്യം പിന്നീട് നമുക്ക് മനസ്സിലാവുകയാണ്. മാല കാണാനില്ല എന്നുള്ളത് കൊണ്ട് ആദ്യത്തെ തവണ തന്നെ പ്രതിയായി ഈ പറയുന്ന വീട്ടുജോലിക്കാരിയെ കാണുകയാണ് എന്ന് മാത്രമല്ല സുജയ, അവിടുന്ന് അങ്ങോട്ടേക്ക് പോലീസിൻ്റെ നീക്കങ്ങളെല്ലാം ഒരു കുറ്റവാളിയെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അതിനേക്കാളും മൃഗീയമായിരുന്നു എന്നുള്ളതാണ്. ഈ ബിന്ദുവിന് നീതി കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഈ ബിന്ദുവിനെ കുറ്റവാളിയാക്കാനുള്ള വലിയ ശ്രമം അത് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് ഇതിൽ ഗുരുതരമായ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം സുജയ. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ബിന്ദുവിന് അനുഭവിക്കേണ്ടി വന്നത് അവർ ഒരു ദളിത് സ്ത്രീ ആയതുകൊണ്ടാണ്, അവർ ഒരു പാവപ്പെട്ട സ്ത്രീ ആയതുകൊണ്ടാണ്. സർവോപരി രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദം ചെലുത്തി പോലീസ് സ്റ്റേഷനുകളിൽ കാര്യങ്ങൾ നടപ്പാക്കാൻ ശേഷിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു അനുഭവം ആ സ്ത്രീക്കുണ്ടായത്. സുജയ പറഞ്ഞത് അതിലെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. അതായത് മാല എടുത്തത് ഇവരല്ല എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം 20 മണിക്കൂറോളം പീഡിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർ അക്ഷരാർത്ഥത്തിൽ ചെയ്യേണ്ടത് ആ സ്ത്രീയുടെ കാലിൽ വീണ് മാപ്പ് പറയുകയായിരുന്നു ചെയ്യേണ്ടത്. പക്ഷേ പിന്നീടും അവരെ കുറ്റവാളിയായി കാണാനുള്ള ഒരു സമീപനം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായത്. അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് അവിടെ നടന്നത്. ഇന്നിപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആനാടുള്ള ബിന്ദുവിന്റെ വീട്ടിലെത്തി ബിന്ദുവിനൊപ്പം എന്ന് ഉറപ്പ് കൊടുക്കുന്നത് നമ്മൾ കണ്ടു.